മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പലതവണ ഓഫീസിൽ നിന്ന് കണ്ണനും അതുപോലെ മഹാലക്ഷ്മിയും അനന്തുവിനെ ലേഖയൊക്കെ മാറി മാറി വിളിച്ചെങ്കിലും ആരും കോൾ എടുക്കുന്നില്ല. കുഞ്ഞിപ്പോൾ എങ്ങനെ ഇരിക്കുന്നു, ഉറങ്ങുവാണോ അതോ കരയുവാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അവർ വിളിക്കുന്നത്. എന്നാൽ അവരുടെ കോൾ അറ്റൻഡ് ചെയ്യാൻ പോലുള്ള മാനസികാവസ്ഥയല്ലാത്തതുകൊണ്ട് ലേഖയാണെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതേസമയം പ്രതാപനാണെങ്കിൽ മുത്തശ്ശിയോട് വന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറയുമ്പം കുഞ്ഞിനെ നഷ്ടമായ സംശയമൊന്നും നിന്റെ നേർക്ക് നീളരുത് എന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥനയുള്ളെന്ന് മുത്തശ്ശി പറയുന്നു. അതുറപ്പായിട്ട് നീളും. പക്ഷേ മറ്റാരറിഞ്ഞാലോ അല്ലെങ്കിൽ ശിക്ഷയെ പറ്റിയൊന്നും എനിക്കൊരു പേടിയില്ല. ആ മാർക്കോയുടെ തല്ല് അതിനെ ഓർത്ത് മാത്രമേ ഞാൻ ഭയപ്പെടുന്നുള്ളൂ എന്ന് പറഞ്ഞ് പ്രതാപൻ പോകുമ്പോൾ മുത്തശ്ശിക്കാണെങ്കിൽ ഇതിനോടൊന്നും പ്രത്യേകിച്ച് താല്പര്യമില്ല. ഓണത്തിന് തൻ്റെ കൊച്ചുമകൾ സന്തോഷിക്കാൻ വേണ്ടി നടത്തിയ എല്ലാ കളികളും തങ്ങൾക്ക് തന്നെ ഒരു വിനയായിട്ട് മാറുമോ? ഒന്നാമത് കണ്ണൻ്റെ അച്ഛനെ കൊന്നത് പ്രതാപനും അതുപോലെ വാമദേവനും ആണെന്നുള്ള സത്യം എല്ലാവരും അറിഞ്ഞിരിക്കുന്നു. അതോടെ തന്നെ ദുർഗയുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടായി. ഇനി മറ്റുള്ളവരെല്ലാവരും കൂടി ചേർന്ന് തല്ലിക്കൊല്ലുമോ എന്നൊക്കെയാണ് മുത്തശ്ശിയെ പേടിപ്പിക്കുന്നത്. എന്നാൽ മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല പിള്ള ചമഞ്ഞുകൊണ്ട് കരുണയാണെങ്കിൽ ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന് നടിക്കുന്നുണ്ട്. അതൊട്ടും വിശ്വാസമില്ല മഞ്ജുവിനും. വീട്ടിലേക്ക് വരുന്ന മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെയും ചോദ്യത്തിന് മുമ്പിൽ പതറി നിൽക്കുവാണ് അനന്തവും അതുപോലെ ലേഖയും മുത്തശ്ശിയൊക്കെ. ലേഖ വിഷമിക്കേണ്ട എന്ന ഒറ്റ കാരണത്താലാണ് ഓഫീസിൽ പോയ സമയത്തും കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്നാക്കിയത്. 3 പേരുണ്ടായിട്ടും തൻ്റെ കുഞ്ഞ് നഷ്ടമായെങ്കിൽ കുഞ്ഞിനെ നോക്കാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ എന്തിനെൻ്റെ കുഞ്ഞിനെ ആവശ്യപ്പെട്ടു എന്നൊക്കെ ചോദിച്ച് ലേഖ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട് മഹി. ഇന്ന് വരെ ലേഖയോട് വെറുത്തോ ഒന്നും പറയാത്ത മഹാലക്ഷ്മി അതിര് വിട്ടാണ് ലേഖയെ ശകാരിക്കുന്നത്. അത് കണ്ട് കണ്ണനും സങ്കടമാകുന്നു. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, വേണ്ട മഹി, ലേഖയെ വഴക്കൊന്നും പറയേണ്ട, അബദ്ധം പറ്റിയതാ, പറഞ്ഞില്ലേ ജാനമെ ഏൽപ്പിച്ചിട്ട് പോയതാണെന്ന്. നോക്കി നിൽക്കാതെ എൻ്റെ കുഞ്ഞിന് എന്ത് സംഭവിച്ചെന്ന് നോക്കി കണ്ടുപിടിക്കുക കണ്ണേട്ടാ, എത്രയും പെട്ടെന്ന് എൻ്റെ കുഞ്ഞിനെ കണ്ടുപിടിക്കുന്നൊക്കെ പറഞ്ഞ് മഹിയാണെങ്കിൽ അലറുന്നുണ്ട്. അപ്പം മഹിയുടെ സങ്കടത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാനാകാതെ കണ്ണനും കുഞ്ഞിനെ തിരക്കി പോകുന്നു. അതേസമയം പോലീസും മാർക്കോയും ലോപ്പസും നമ്മുടെ അനന്തും എല്ലാവരും കൂടി ചേർന്ന് അവരുടെ പങ്കും അന്വേഷിച്ച് നടക്കുന്നു. എന്നാൽ കുഞ്ഞിനെ തട്ടിയെടുത്ത ആ ഭിക്ഷക്കാരനാണെങ്കിൽ ഇരുന്ന് ഫുഡ് കഴിക്കുവാണ്. ആ സമയം കുഞ്ഞാണെങ്കിൽ നല്ല ഉറക്കം. ആ കറക്റ്റ് സ്ഥലത്ത് തന്നെ നമ്മുടെ അനന്തവും അതുപോലെ മാർക്കോയും നമ്മുടെ കണ്ണനും എത്തുന്നുണ്ട്. അവിടെ ഇറങ്ങി കുഞ്ഞിനെ അന്വേഷിക്കുന്ന സമയത്ത് കുഞ്ഞിൻ്റെ ഒച്ച കേട്ടിട്ടാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. CCTVയിലൂടെ ആരാണ് അനന്തൂൻ്റെ വീട്ടിലേക്ക് വന്നതെന്നും കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള സത്യം കണ്ടുപിടിച്ചതിന് ശേഷം മാർക്കോയാണെങ്കിൽ അവനെ നല്ല രൂപത്തിൽ പഞ്ഞിക്കിടുന്നു. മാർക്കോയുടെ തല്ലുകൊണ്ട് അവസാനം നിവർത്തികെട്ട് കുഞ്ഞിനെ എവിടെയാണ് ഉപേക്ഷിച്ചതെന്നുള്ള സത്യം ആ ഗുണ്ടയാണെങ്കിൽ പറയുന്നു. അതും പ്രകാരമാണ് അനന്തവും മാർക്കോയും കണ്ണനും ഒക്കെ അവിടെ അന്വേഷിച്ചു വന്നിരിക്കുന്നത്. ഒരു ചപ്പുചവറുകളുടെ കൂമ്പാരത്തിൻ്റെ കൂട്ടത്തിൽ കുഞ്ഞിനെ ഉപേക്ഷിച്ചു എന്ന് കേട്ടപ്പോഴത്തേക്കും മാർക്കോയുടെ കയ്യിൽ നിന്നും കണക്കിന് തല്ല് മേടിക്കുന്നു എന്ന് മാത്രമല്ല ഈ കൊട്ടേഷൻ തനിക്ക് തന്നത് ആരാണെന്നുള്ള സത്യവും തുറന്നു പറയുന്നുണ്ട്. അങ്ങനെ കുഞ്ഞിനെ അന്വേഷിച്ച് വരുന്നവരുടെ മുമ്പിൽ ഒന്നും അറിയാത്ത മട്ടിന് ആ ഭിക്ഷക്കാരനാണെങ്കിൽ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ആ സമയത്തായിരിക്കും ഭിക്ഷക്കാരനോട് വന്ന് കുഞ്ഞിനെ പറ്റി തിരക്കുന്നത്. താൻ കുഞ്ഞിനെ കണ്ടിട്ടില്ല എന്ന് കള്ളം പറയുന്നുവെങ്കിലും കുഞ്ഞ് കരയുന്ന സൗണ്ട് കേട്ടിട്ട് കണ്ണനും അതുപോലെ മാർക്കോയും അനന്തും ഒക്കെ കുഞ്ഞിനെ കണ്ടെത്തും. എന്തൊക്കെ പറഞ്ഞാലും ഓണം കൊളാക്കാൻ വേണ്ടിയിട്ട് പ്രതാപനും കരുണയും മുത്തശ്ശിയും കൂടെ ചേർന്ന് നടത്തിയ ഈ ഒരു വഞ്ചനയ്ക്ക് എന്ത് ശിക്ഷയായിരിക്കും ഇനി തിരിച്ചു കൊടുക്കാൻ പോകുന്നത്? അധികം താമസിക്കാതെ കുഞ്ഞിനെ കണ്ടെത്താൻ സാധിക്കുക തന്നെ ചെയ്യും. അതിനെ ഓർത്ത് പേടിക്കേണ്ട. പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇനി മിക്കവാറും ഓണം കഴിഞ്ഞിട്ടുള്ള എപ്പിസോഡിലായിരിക്കും കുഞ്ഞിനെ തിരികെ കിട്ടുന്ന ആ ഒരു എപ്പിസോഡ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം. അനന്തവും അതുപോലെ ലേഖയും മഹാലക്ഷ്മിയൊക്കെ എന്തുമാത്രം കുഞ്ഞിനെ സ്നേഹിക്കുന്നു എന്ന് മറ്റാരേക്കായി മനസ്സിലാക്കിയിരിക്കുന്നത് ജാനമ്മ തന്നെയാണ്. ഇതിനെല്ലാം താനും ഒരു കാരണക്കാരിയായല്ലോ, അവർ തമ്മിൽ ഉടക്കാനും താൻ കാരണക്കാരിയായല്ലോ എന്നൊക്കെയുള്ള കുറ്റബോധത്തിൻ്റെ ആ ഒരു അവസ്ഥയിൽ ജാനമ്മ സത്യങ്ങളൊക്കെ തുറന്നു പറയുമോ? താൻ പ്രതാപൻ്റെ കൊട്ടേഷൻ പ്രകാരമാണ് ലേഖയോടും അനന്തുവിനോടൊപ്പം കുഞ്ഞിനെ നോക്കാൻ ഇവിടേക്ക് വന്നതെന്നും മുമ്പ് വിഷമരുന്ന് തളർത്തി കുഞ്ഞിന് കൊടുത്ത് കൊല്ലാൻ തന്നതും ഇത്തവണ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകാൻ സാഹചര്യമുണ്ടാക്കിയതിനും എല്ലാം കാരണക്കാരൻ പ്രതാപനാണെന്നുള്ള സത്യം തുറന്നു പറയുമോ ഇല്ലയോ എന്ന് കാത്തിരിക്കാം.